ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് ഇവിടെ അടുത്തൊരു ലിഡിൽ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. നമ്മൾ റൂമിലേക്ക് വേണ്ട സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങളെല്ലാം മേടിക്കുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അങ്ങോട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോകണതാണ്. അപ്പോൾ അവിടുത്തെ സാധനങ്ങളുടെ വിലയും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഓക്കെ, വാ. നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് ഇവിടെ കീ ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ഇവിടെ ലൈറ്റ് കത്തും, ഇറങ്ങാം. ഇങ്ങനെയാണ് പുറത്തോട്ട് ഇറങ്ങാനായിട്ട്. നമ്മൾ ലിഡിലോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. ജംഗ്ഷൻ്റെ അപ്പുറം നിങ്ങൾക്ക് ഒരു മാളുണ്ട്. ഇവിടെ ഒരു ഷോപ്പ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ലുലു മാളിൻ്റെ അത്രയുള്ള മാളൊന്നും അല്ല, എറണാകുളത്തെ ഒരു ചെറിയൊരു മാള്. അവിടെ അത്യാവശ്യം ഷോപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കൗഫ്ലാൻഡ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതുപോലെ അത്യാവശ്യം പർച്ചേസ് ചെയ്യാനുള്ള സാധനങ്ങൾ എല്ലാം കിട്ടുന്ന ഒരു മാളാണ് അവിടെ കാണുന്നത്. നമുക്ക് വേറൊരു ദിവസം അങ്ങോട്ട് പോകാം. ഏവിയോൺ എന്നാണ് അതിൻ്റെ പേര്. അവിടെ മാക്ഡൊണാൾഡ്സ്, പിസ്സ ഹട്ട് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേറൊരു ദിവസം അങ്ങോട്ട് പോവാം, അതെല്ലാം കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ലിഡിലാണ്. ഇവിടെ നമ്മുടെ അക്കോമഡേഷന് തൊട്ടടുത്തുള്ള പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ ലിഡിലുണ്ട്. അവിടെ അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴി. നമ്മുടെ അക്കോമഡേഷൻ അവിടെ നിന്നൊരു 600-700 മീറ്റർ ഉണ്ട് അങ്ങോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കൂടുതലും ഇപ്പോൾ എല്ലായിടത്തോട്ടും നമ്മൾ നടന്നാണ് യാത്ര ചെയ്യണത്. ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ വരെയുള്ള ദൂരത്തോട്ടെല്ലാം നമ്മൾ നടന്നു തന്നെയാണ് എല്ലാം യാത്ര ചെയ്യണത്. കാരണം നമുക്കിവിടെ ജോലിക്ക് കയറാത്തതുകൊണ്ട് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടില്ല. ഇവിടെ ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിലും എല്ലാത്തിനും പേയ്മെൻ്റ് എല്ലാം ഓൺലൈനിൽ ആണ്. പിന്നെ ഇവിടെ അല്ലാതെ ബസ് സ്റ്റോപ്പിൽ നിന്നൊക്കെ ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമ്മൾ അതിനെപ്പറ്റിയൊന്നും തിരക്കിയിട്ടില്ല. അത് വന്നിട്ട് കുറച്ച് നാളെല്ലാം ആയിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും തിരക്കണം. ബസ്സിലൊന്നും യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ യൂബർ പോലെ ഇവിടെ ഒരു ബോൾട്ട് എന്ന് പറഞ്ഞൊരു ക്യാബുണ്ട്. നമ്മൾ ഇവിടെ വന്നിട്ട് മൊബൈൽ കണക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കണക്ഷൻ വെച്ച് ലോഗിൻ ചെയ്തപ്പോൾ നമ്മൾ പുതിയ കസ്റ്റമർ ആയതുകൊണ്ട് പകുതി ക്യാഷ് അല്ല ഇപ്പം നിലവിൽ ഓഫർ പ്രൈസാണ്. അപ്പോൾ നമ്മൾ കൂടുതലും ബോൾട്ട് വിളിച്ചാണ് പോണത്. ബോൾട്ട് വിളിക്കാൻ നേരത്തെ ഒരു 2.5 യൂറോ 3 യൂറോ ആ റേഞ്ചിലേക്കാണ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വന്നേക്കണത്. അധികം ദൂരത്തോട്ടൊന്നും പോകാറില്ല. നമ്മൾ അടുത്തടുത്തുള്ള ചെറിയ ചെറിയ മാളുകളൊക്കെ ഉണ്ട്. സിനിമ സിറ്റിയൊക്കെ ഉണ്ട് ഇവിടെ. അവിടേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. അവിടെ അങ്ങോട്ടെല്ലാം പോകുമ്പോൾ നമ്മൾ ഇതുപോലെ ബോൾട്ട് വിളിച്ചാണ് പോയേക്കണത്. നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്ത് തുടങ്ങണം. അതെങ്ങനെയാണ് ബസ്സിൽ യാത്ര ചെയ്യണത്, ഓൺലൈനിൽ ബുക്ക് ചെയ്യണം എങ്ങനെയാണ്, ടിക്കറ്റ് എടുക്കണം എങ്ങനെയാണ്, ബസ്സിനൊക്കെ ഓരോ നമ്പറുകളൊക്കെ ഉണ്ട്. ഓരോ സ്ഥലത്തോട്ട് പോകാൻ ഓരോ നമ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പഠിക്കണം. അതൊക്കെ വേണം നമുക്ക് ബസ്സിലൊക്കെ യാത്ര ചെയ്ത് തുടങ്ങാൻ. ദൂരത്തോട്ടൊക്കെ പോയി ഒരുപാട് സ്ഥലങ്ങളെല്ലാം കാണാനും എല്ലാം അതിന് ശേഷം നമുക്ക് സാധിക്കുള്ളൂ. നമ്മൾ ലിഡിലെത്താറായി. ഓക്കെ, ഇനി ബാക്കി വിശേഷങ്ങളിൽ ലിഡിലെത്തിയിട്ട് പറയാം. നമ്മൾ അങ്ങനെ ലിഡിലെത്തി. നടന്ന് ലിഡിലെത്തി. ഇതാണ് ലിഡിൽ. ഇവിടുത്തെ പ്രധാനപ്പെട്ട സൂപ്പർ മാർക്കറ്റുകളിലൊന്നാണ്. നമ്മുടെ രൂപേഷ് ഇവിടെ 3 പ്രധാനപ്പെട്ട സൂപ്പർ മാർക്കറ്റാണ് കണ്ടേക്കണത്. ലിഡിൽ, കൗഫ്ലാൻഡ്, ടെസ്കോ എന്ന് പറഞ്ഞ 3 സൂപ്പർ മാർക്കറ്റുകളാണ് കണ്ടേക്കണത്. അപ്പോൾ അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സൂപ്പർ മാർക്കറ്റാണ് ലിഡിൽ. ഇത് ലിഡിലിൻ്റെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള കുപ്പിയൊക്കെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഓരോ കുപ്പിക്കും 15 സെൻറ്റ് വെച്ച് കിട്ടും. അങ്ങനെ ടോട്ടൽ എത്ര കുപ്പി ഇടുന്നുണ്ട് അതിൻ്റെ എമൗണ്ട് നമുക്കൊരു സ്ലിപ്പായിട്ട് ഇവിടെ നിന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തതിന് ശേഷം ആ സ്ലിപ്പ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ എമൗണ്ട് കുറച്ചിട്ടുള്ള ക്യാഷ് നമുക്ക് ബാലൻസ് പേ ചെയ്താൽ മതി. ഇവിടെ ഒരാൾ ഇവിടെ കുപ്പിയൊക്കെ ഇടുന്നുണ്ട്, നമുക്ക് നോക്കാം. കയറുമ്പോൾ തന്നെ ഫ്ലവേഴ്സ്, ഇതൊക്കെ ജാം ഐറ്റംസാണ് ഇതൊക്കെ. ഇവിടെ കൂടുതൽ ആൾക്കാർ ബ്രെഡും ബണ്ണൊക്കെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജാമും ബണ്ണ് ബ്രെഡൊക്കെയാണ് ഒരുപാട് കടകളിൽ എപ്പോഴും കാണാൻ സാധിക്കുന്നത്.
ഇത് ന്യൂട്രലിന് ഇവിടെ €6.83. €6.83 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ €1 എന്ന് പറഞ്ഞാൽ ഒരു 89 രൂപയൊക്കെ വരും. ഓക്കെ, അപ്പോൾ അത് വെച്ച് കൂട്ടിയാൽ അറിയാം. €6 എന്ന് പറയുമ്പോൾ 6 × 89 വെച്ച് കൂട്ടിയാൽ മതി. ഓക്കെ, ആപ്പിള് നമ്മുടെ രൂപേഷിന് ബാസ്ക്കറ്റൊക്കെ എടുത്ത് പർച്ചേസ് ചെയ്യാൻ തയ്യാറായിട്ട് നടക്കുന്ന ബെഡും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ബണ്ണിൻ്റെ സെക്ഷനാണ്. പല പല വെറൈറ്റി ബണ്ണുകളുണ്ട്. ബണ്ണിൻ്റെയൊക്കെ വലിപ്പം നോക്കി, വലിപ്പവും പ്രൈസും കാര്യങ്ങളെല്ലാം കണ്ടു. ബണ്ണുകൾ പല പല ടൈപ്പാണ്. ഇത് വലിയ ബണ്ണെടുത്തെങ്കിൽ നമുക്കിതിൽ കട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ വെച്ചിട്ട് ഇതിൽ കട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. കട്ട് ചെയ്ത് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ. ഇതിൻ്റെ ഹോട്ട് ഡോഗുകളാണ്. ഇതിൻ്റെ ഉള്ളിൽ സോസേജ് ഉണ്ട്. നല്ല അത്യാവശ്യം വിശപ്പും കാര്യങ്ങളെല്ലാം മാറും. ടേസ്റ്റാണ്. ഡോണറ്റ് 79 സെൻറ്റാണ് ഡോണറ്റ്. 59 സെൻറ്റിൻ്റെ ഡോണറ്റ്. മറ്റൊരു ടൈപ്പ് ഹോട്ട് ഡോഗാണ്. ഇത് നല്ല രുചികരമായ സാധനം. ഇവിടെ വെള്ളത്തിൻ്റെ ബോട്ടിലും സോഡയുടെ ബോട്ടിലൊക്കെ ഏകദേശം ഒരേപോലെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് 2-3 പ്രാവശ്യം അബദ്ധം പറ്റി. ഞങ്ങൾ വെള്ളമാണെന്നും പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയത് സോഡയായിരുന്നു. കാരണം ഇതിൽ ഇവിടെ എഴുതുന്നത് മിനറൽ വാട്ടർ എന്നല്ല, ഇവരുടെ ഭാഷയിലാണ് എഴുതുന്നത്. അപ്പോൾ നമുക്കാകെ കൺഫ്യൂഷനാണ്. ബോഡ എന്നാണ് വെള്ളത്തിനെ പറയണത്, അതിൻ്റെ സോഡേനെ ഏകദേശം അതേപോലെയൊക്കെ തന്നെ പറയണത്. അപ്പോൾ അത് 2-3 പ്രാവശ്യം നമ്മൾക്ക് സോഡ വെള്ളം എടുക്കാൻ പോയിട്ട് സോഡയായി പോയി എടുത്തത്. റൂമിൽ കൊണ്ടുപോയി പൊട്ടിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അത് സോഡയാണ് മനസ്സിലായത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ബോട്ടിലാണ്. ഇത് വെള്ളമാണെന്ന് പറഞ്ഞ് എടുത്തത്, പക്ഷെ അത് ഇത് സോഡയായിരുന്നു. റെഡ് ബോൾ സോഡയാണെന്നാണ് മനസ്സിലായി. അതല്ല, ഇത് എടുത്ത് കൺഫ്യൂഷൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഈ ബോട്ടിൽ കൊടുത്ത്, റെഡ് പൂളുള്ള ബോട്ടിൽ കൊടുത്ത്, ഈ ബോട്ടിൽ കൊടുത്ത്, ഗ്രീനുള്ള കൊടുത്ത്, രണ്ടും പക്ഷേ 2 സോഡയായിരുന്നു. ശരിക്കും യഥാർത്ഥത്തിൽ വെള്ളം ഇതായിരുന്നു, നീല ബോട്ടിലുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ വെള്ളം. അപ്പോൾ നിങ്ങൾ യൂറോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കാം. ഇതാണ് വെള്ളം, നീല ബോട്ടിലുള്ളത് നോക്കിയെടുക്കാം. നീല അടപ്പുള്ള ബോട്ടിൽ നോക്കിയെടുക്കാം. ഇതാണ് മിനറൽ വാട്ടർ. ഞങ്ങൾക്ക് പറ്റിയ പോലെ അബദ്ധം നിങ്ങൾക്ക് പറ്റണ്ട. കൊള്ളാം. 89 സെൻറ്റാണ് ഒക്കെ. സൺഫ്ലവർ ഓയിലാണ് ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണയൊക്കെ ഇവിടെ വന്ന് കട്ടായി പോകും. നമ്മുടെ നാട്ടിൽ നിന്ന് 2 കുപ്പി വെളിച്ചെണ്ണ ബോട്ടിൽ കൊണ്ടുവന്നിട്ട് കട്ടായി പോകും. നമ്മളിവിടെ സൺഫ്ലവർ ഓയിൽ മേടിച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ €1 55. വൈനാണ് വൈൻ.
ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ റം ഇതാണെന്നാണ് ഓളം. €4.69. നമ്മുടെ രൂപേഷിൻ്റെ ഫേവറേറ്റ് ബ്രാൻഡ് ബിയർ കാണിച്ചു തരാം. ഇതാണ് രൂപേഷിൻ്റെ ഫേവറേറ്റ് ബ്രാൻഡ് ബിയർ, അർഗസ്. ഈ ബിയറിൻ്റെ പേര് അർഗസ് എന്നാണ്. ഇതിന് 7.2% ആൽക്കഹോളുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 77 സെൻറ്റിൽ നമ്മളിത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ബോട്ടിൽ അവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 15 സെൻറ്റ് കിട്ടും. അപ്പോൾ 15 സെൻറ്റ് കുറച്ച് കഴിഞ്ഞിട്ടുള്ള പ്രൈസ് ഇതിന് വരുന്നുള്ളൂ എല്ലാ ബോട്ടിൽസിലും. ഇസഡ് എന്നൊരു ചിഹ്നം ഉണ്ടാകുന്നുണ്ടോ? ഇസഡ് എന്നുള്ള ഏത് ചിഹ്നമുള്ള ഏത് ബോട്ടിലും യൂറോപ്പിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് ഇവിടെ തന്നെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രൈസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇവിടെ ആളുകൾ വാങ്ങുന്നത് ഇതേപോലെയുള്ള ബോട്ടിൽ ബിയറുകളാണ് മേടിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ കുപ്പി ബിയറുകളൊന്നും അങ്ങനെ അധികം ആൾക്കാർ വാങ്ങാൻ കണ്ടിട്ടില്ല, ശ്രദ്ധയപ്പെട്ടിട്ടില്ല. കൂടുതൽ ആൾക്കാർ ഇതേപോലെയുള്ള ബോട്ടിൽസാണ് മേടിക്കുന്നത്. അതാകുമ്പോൾ ഇവിടെ തന്നെ തിരിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ 15 സെൻറ്റ് തിരിച്ച് കിട്ടുമല്ലോ. ഫ്രൂട്ട്സാണ് ഓറഞ്ച്, ആപ്പിള്. ആപ്പിളിൻ്റെ പ്രൈസ് €1.69, €1.69. അതുപോലെ €1.09, €2.24, €1.59. ഇവിടുത്തെ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്. സ്ട്രോബെറി, മുന്തിരിങ്ങ, ബനാന €1.67 ഉണ്ടോ? €1.67. ഇഞ്ചിക്ക് 69 സെൻറ്റ്. പൊട്ടറ്റോ 1 കിലോ €1.29. ഇത് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് €2.39. സവാള 1 കിലോ 99 സെൻറ്റ്. പൊട്ടറ്റോ €2.29. പൊട്ടറ്റോ ഈ പാക്കിനാണ് €2.29. ഇത് 1 കിലോ വരുന്ന പ്രൈസ് €1.53. സവാള 99 സെൻറ്റ്. ഇത് വെള്ള സവാളയാണ്, നമ്മുടെ നാട്ടിലെ പോലെ. ഇത് വേറെ ടൈപ്പ് സവാളയാണ്. നമ്മുടെ നാട്ടിൽ പോലെ ഇരിക്കും ചുമന്ന സവാള. €1.05. ഇത് കോളിഫ്ലവറാണിത്. കോളിഫ്ലവർ €2.85. കോളിഫ്ലവർ €2.85. മാതള നാരങ്ങ €2.19. ചിക്കൻ മീറ്റ് ഐറ്റംസ് തന്നെ ഇവിടെ പല പല പാർട്സായിട്ട് കിട്ടും. ചിക്കൻ്റെ തന്നെ വട്ട് വേറെ, കരൾ വേറെ, ചങ്ക് വേറെ. ഇത് വട്ടാണ്. അതിനകത്ത് €2.79. €2.79. ചങ്കാണ്. അതിന് €2.79. ഇതിൻ്റെ കിലോ പ്രൈസ് വരുന്ന ഇതാണ് €3.79 1 കിലോയ്ക്ക്. ഇതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് 84 സെൻറ്റ്. ഇതിൻ്റെ വെയിറ്റാണ് ഈ കൊടുത്തേക്കുന്നത്. ലെഗ് മാത്രം
ചിക്കന് പ്രൈസ് വരുന്നത് €1 €3.79 ഒരു കിലോയ്ക്ക്. ഇതിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് ഈ പ്രൈസ്. ലിവർ ഇവിടെ തീർന്നിരിക്കുന്നത്. ഫുൾ ചിക്കൻ്റെ പ്രൈസ് €3.79 ഒരു കിലോ. ഫുൾ ചിക്കൻ്റെ പ്രൈസ്. അത് വെയിറ്റൊക്കെ അനുസരിച്ച് ഓരോന്നിനും വ്യത്യാസം വരും. പോർക്കിൽ തന്നെ പല പല ഭാഗങ്ങൾ പല പല പാക്കറ്റാക്കി വെച്ചേക്കുന്നത്. അവരുടെ ഭാഷയിലാണ് എഴുതിയേക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ഇട്ട് നോക്കണം. ബീഫാണിത്. ബീഫ് 750 ഗ്രാമിൻ്റെ ബീഫ്. ഒരു കിലോ 11.99. 750 ഗ്രാമിന് 8.99. ബീഫ് പാക്ക് ചെയ്ത് വെച്ചേക്കാം. €11.99 ബീഫിൻ്റെ പ്രൈസ്. ചിക്കനും പോർക്കുമാണ് ഇവിടെ കോസ്റ്റ് ഇച്ചിരി കുറവ്. ബീഫിന് ഇച്ചിരി കോസ്റ്റ് കൂടുതലാണ്. ടർക്കി കോഴിയുടെ റേറ്റാണ്. €6.99. അരി പല ടൈപ്പ് അരിയുണ്ട്. നോർത്ത് ഇന്ത്യൻസ് ഉപയോഗിക്കുന്ന അരിയുണ്ട്. ഇതാണ് നമ്മൾ മലയാളികൾ യൂസ് ചെയ്യുന്ന നമ്മുടെ നാട്ടിലുള്ള ആളുടെ അരി. ലൈറ്റ് ബ്രൗൺ കളറായിരിക്കും. അരി ശ്രദ്ധിക്കുക, ലൈറ്റ് ബ്രൗൺ കളറായിരിക്കും. അതേപോലെ ബസുമതി റൈസ് ഇതാണ്. പല ടൈപ്പ് അരികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതുവരെ പിടിച്ചു വയ്ക്കാൻ വേണ്ടി ഒരു ബണ്ണ് എടുക്കുകയാണ്. സ്പിനാച്ചാണ് എനിക്ക് സ്പിനാച്ച് ചീര സെൻറ്റാണ്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ഒരെണ്ണം അതെടുത്തു, ഒരെണ്ണം വേറെ എടുക്കണമെന്നുള്ള കൺഫ്യൂഷനിൽ എത്രയാണ് യൂബേഴ്സിൻ്റെ കൺഫ്യൂഷൻ എത്രയും പെട്ടെന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങി റൂമിൽ പോയിട്ട് കഴിക്കാം. ഓരോന്നിനെ പറ്റി ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് ഫ്ലേവർ ആയിരിക്കും, എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലായി രൂപേഷ് ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തീരുമാനത്തിലെത്തി. അതിനടുത്ത് ഷുഗറിയാണ്. അയ്യോ ലൈം എടുക്കട്ടെ. രണ്ടെണ്ണം ചെറുനാരങ്ങ 2 49 സെൻറ്റാണ് ചെറുനാരങ്ങയുടെ വില. ആകെ 2-3 ഉണ്ടായിരുന്നു. 2 നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളുടെ ബില്ലുള്ളത് €6.32.